ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നതെന്നറിയാമോ, ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞല്ലേ. അപ്പൊ ഒരുപാട് പേരുടെ ആശങ്കയാണ് ഇത് നമുക്കുള്ള അവസരങ്ങളെ കളയുമോ എന്നുള്ള ഒരു പേടി പല ആൾക്കാരുടെയും മനസ്സിലുണ്ട്. അതായത് ഇപ്പൊ ഒരു 50+ ഒക്കെ ഏജ്, അതായത് എന്റെയൊക്കെ ഏജിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടായിരിക്കും അല്ലെ, പണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് വന്ന സമയത്ത് ഭയങ്കര സ്ട്രൈക്ക് ഒക്കെ നടന്നു ഇവിടെ അല്ലെ, എന്നും പറഞ്ഞിട്ട് ആരുടെ അവസരം നഷ്ടപ്പെട്ടില്ല. പക്ഷെ എല്ലാ ആൾക്കാരെയും അതേ പോസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവർക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ആ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റി. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ചുറ്റിലുമുണ്ട് അല്ലെ. അതായത് ഇപ്പൊ ഒരു ഇന്റർനെറ്റ് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത്രയും കൂടെ ഫെസിലിറ്റി വന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആരാന്നറിയാമോ? എന്ത് ചേഞ്ച് വന്നാലും ഞാൻ അനങ്ങില്ല. പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടല്ലേ, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നും പറഞ്ഞ് പറയാറുണ്ട്. അതുപോലെയുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതായത് ഇപ്പം എന്ത് ചേഞ്ചസ് വന്നാലും എന്നെ അത് ബാധിക്കില്ല, ഞാൻ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം പണ്ടൊക്കെ നമ്മൾ നടക്കാനൊക്കെ പോകുന്ന, എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നടക്കാൻ പോകുന്ന എങ്ങനെയാണ്? നേരെ നമ്മുടെ വീടിന്റെ നടയിൽ കൂടെ ഒക്കെ നടക്കും, അല്ലെങ്കിൽ വീടിന് ചുറ്റും നടക്കും അല്ലെ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് സ്റ്റേഡിയത്തിലോട്ട് പോയിട്ട് അവിടെ കുറെ നടക്കാൻ തുടങ്ങി, ഗ്രൗണ്ടുകളിൽ പോയി നടക്കാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ അതും മാറി. ഇപ്പൊ എന്താ പറ്റുന്നത്? ഇപ്പൊ വീട്ടിനകത്ത് തന്നെ നമുക്ക് മെഷീൻ വാങ്ങിച്ചിട്ട് ട്രെഡ്മില്ലുണ്ട് അല്ലെ, ട്രെഡ്മില്ല് നടക്കാൻ പറ്റും. അപ്പൊ ട്രെഡ്മില്ല് വാങ്ങിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തി, അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്ന ആളാണ്, പെട്ടെന്ന് ട്രെഡ്മില്ല് വാങ്ങിച്ചുകൊണ്ട് വന്നു. ട്രെഡ്മില്ല് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ പോവില്ല എന്ന് വിചാരിച്ചിട്ട് മെഷീനിൽ വെറുതെ കയറി നിന്നാൽ എന്താ സംഭവിക്കുക? താഴെ വീഴും അല്ലെ. കാരണം അതിന്റെ ബെൽറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അല്ലെ. ആ ബെൽറ്റ് നമ്മൾ എത്രയാണോ സ്പീഡ് വെച്ചേക്കുന്നത് അത്രയും സ്പീഡിൽ ഈ ബെൽറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരാൾ, ഞാൻ ഇതിൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അതിലൊരാൾ കയറി നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? താഴെ വീഴും അല്ലെ. അത് സ്വാഭാവികമാണ്. അപ്പം അതുപോലെ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് ഉള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട. ഇത് ആരെയും വിഴുങ്ങുന്ന ഒരു ഭൂതമല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആരെയും വിഴുങ്ങുന്ന ഒരു ഭൂതമല്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ. എന്തൊക്കെയാണ് ചേഞ്ചസ്? ഇപ്പൊ ഞാൻ ഒരു എക്സലോ അല്ലെങ്കിൽ പവർ പോയിന്റോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, അത് നമ്മൾ ഇത്ര സമയം എടുത്തിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട എന്താണ്? നമുക്ക് എങ്ങനെ ChatGPT യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബാഡി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കിത് സ്പീഡായിട്ട് ചെയ്യാം അല്ലെ. നമ്മൾ ലോകം ഓരോ ദിവസം കഴിയുന്തോറും ഫാസ്റ്റ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് ആകുന്നതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഫാസ്റ്റ് ആവാം എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും ഒരു പ്രശ്നമാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഇതിനെ പേടിക്കരുത്. കാരണം നമുക്ക് ടെക്നോളജിയിൽ വരേണ്ട മാറ്റങ്ങൾ അല്ലെ, എത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ ഈസി ആക്കാൻ സാധിക്കും. അങ്ങനെ ഈസി ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ ടൈം നമുക്ക് കൂടുതൽ ടൈം ലാഭിക്കാൻ പറ്റുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നോ അത്രയും കൂടുതൽ വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാനിവിടെ ഇങ്ങനെ ഓരോ മെഷീനൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് കുട്ടികൾ വരുന്ന സമയത്ത് പറയും, ഇങ്ങനെ ഓരോ മെഷീൻ വാങ്ങും തോറും ഞാനിങ്ങനെ മടിച്ചായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ശരിയായിട്ട് അങ്ങനല്ല, മടിച്ചാവുകയല്ല ചെയ്യുന്നത്. ഞാൻ പഠിച്ച സമയത്ത് ജസ്റ്റ് ജാവ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ സിയും C++ഉം പഠിച്ചു, ജാവ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്നിട്ട് ഓരോ ചേഞ്ചസ് വരുന്ന സമയത്തും ഓരോ ലാംഗ്വേജ് പുതിയത് വരുന്ന സമയത്തും നമുക്കത് പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നത് കൊണ്ട് നമുക്കത് ഒരു പുതിയ ലാംഗ്വേജ് വന്നാലും ഇന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് പോകാതെ തന്നെ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനും അതിൽ പ്രോഗ്രാം ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ഏജിൽ എനിക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഈ ഏജിൽ പുതിയത് എനിക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയ്ക്ക് എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങളെക്കാൾ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. അപ്പം അവർക്ക്
പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനും പക്ഷെ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഭയങ്കര പഠിപ്പിസ്റ്റ് ആയിരുന്നില്ല. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരു വ്യക്തി, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏതൊരു പുതിയ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഏത് ലാംഗ്വേജും വന്നു കഴിഞ്ഞാൽ എനിക്കത് പഠിക്കാനും അത് ചെയ്യാനും ഇൻട്രസ്റ്റും ഉണ്ട്, അത് പഠിച്ചെടുക്കാറുമുണ്ട്. മനസ്സിലായോ? അപ്പം ആർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റായി എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പുതിയ തലമുറയ്ക്ക് ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആരും അയ്യോ എന്ത് പറ്റും, എന്ത് സംഭവിക്കും, ഞാൻ ഈ പഠിച്ചത് പ്രോഗ്രാമിംഗ് അല്ലേ, ഇനിയിപ്പോ AI വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലും കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സ്വയമേ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെ? നമ്മളിപ്പോ ഒരു ടെക്നിക്കലായിട്ട് ഒരു കോഴ്സ് ചെയ്ത ഒരു കുട്ടി ഒരിക്കലും നമ്മൾ അവിടെ പഠിച്ച ഒരു കാര്യമല്ല നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ചെയ്യുന്നത്. ഓക്കെ, ഞാനും ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഹോൾഡറാണ്. അപ്പൊ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ബ്രെഡ് ബോർഡിനകത്ത് ഇങ്ങനെ കമ്പോണൻസ് ഒക്കെ കുത്തിയിട്ടാണ് സർക്യൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അന്ന് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ അവിടെ ബ്രെഡ് ബോർഡ് ഒന്നും കാണാറില്ല. അവിടെ അപ്പൊ PCB ബോർഡ് വരുന്നു, അവിടെ സോൾഡർ ചെയ്യുന്നു, അല്ലെ? ആ സർക്യൂട്ട് അനുസരിച്ചിട്ട് അത് കമ്പോണൻസ് വെച്ച് പോകണം, ആ PCB ഡിസൈൻ ചെയ്യണം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള വർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഇലക്ട്രോണിക്സ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ. അതുപോലെ തന്നെയാണ് നമ്മളെ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് പോകുമ്പോഴും നമ്മളിവിടെ ചെയ്യുന്ന കുഞ്ഞു 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 പ്രോഗ്രാംസ് ആണ്, അല്ലെ? ആ പ്രോഗ്രാംസ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് പോയിരുന്ന ഒരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവര് തരുന്ന സംഭവം എന്താണ് എന്ന് ആലോചിച്ച് അതിന്റെ ലോജിക്ക് കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു പ്രോഗ്രാമറായിട്ട് മാറാൻ സാധിക്കുള്ളൂ, അല്ലെ? അതുപോലെ തന്നെയാണ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്ന സമയത്ത് നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ പവർ പോയിന്റ് ആയാലും എക്സൽ ആയാലും അതുപോലെ പ്രോഗ്രാമിംഗ് ആയാലും എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അതിപ്പോ ഒരു കോഴ്സിന് പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, അല്ലെ? യൂട്യൂബ് നമ്മൾ എല്ലാവരും കാണുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് പിന്നെ എന്തുവാണ്, നമ്മളിപ്പോ ഒരേ കണ്ടന്റ്, ഇപ്പൊ ഒരാൾ കുക്കിംഗ് വീഡിയോ ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ കൂടുതൽ വ്യൂ ചെയ്യുന്ന ഏതാണോ അതായിരിക്കും എന്റെ ഹോം പേജിൽ എപ്പോഴും വരുന്നത്, അല്ലെ? അതുപോലെ ഞാനിപ്പോ ടെക്നോളജി ബേസ് ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ ഹോം പേജിൽ വരുന്നത് എപ്പോഴും ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെ? അതെങ്ങനെ ആരറിയുന്നു? പക്ഷെ അതെങ്ങനെ നമുക്ക് കൊണ്ടു തരികയാണ്, അല്ലെ? അത്രയ്ക്ക് സ്മാർട്ടാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് സ്മാർട്ട് ആവണം. നമ്മുടെ ചുറ്റും സ്മാർട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണ്, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് TV, അല്ലെ? എല്ലാം സ്മാർട്ടാണ് ഇപ്പം, അല്ലെ? മറ്റേ ഫ്രിഡ്ജ് ആയാലും AC ആയാലും ഒക്കെ സ്മാർട്ടായിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ സ്മാർട്ട്നെസ് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം, പരമാവധി ശ്രമിക്കണം. അതിനും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഔട്ടാവില്ല. അതുകൊണ്ട് ഈ ഭൂതം നമ്മളെ വിഴുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.